ഇറാനിൽ ശക്തമായ പ്രക്ഷോഭം തുടർന്നുകൊണ്ടിരിക്കെ ട്രംപും ഇറാനും തമ്മിൽ വലിയ വാക്കേറ്റമുണ്ടായി എന്നുള്ളതാണ്. സമാധാനപരമായി പ്രക്ഷോഭം നടത്തുന്നവരെ അടിച്ചൊതുക്കുകയാണെങ്കിൽ അമേരിക്ക ഇടപെടുമെന്നായിരുന്നു ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പ്. എന്നാൽ ഇറാന്റെ സുരക്ഷയിലേക്ക് ആരെങ്കിലും കൈ നീട്ടിയാൽ ആ കൈ ഞങ്ങൾ വെട്ടുമെന്നായിരുന്നു ഇറാന്റെ ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേഷ്ടാവ് കൂടിയായ അലി ഷംഖാനിയുടെ എക്സിൽ കൂടെയുള്ള ട്രംപിനുള്ള മറുപടി എന്ന് പറയുന്നത്. അതായത് ഇറാന്റെ സുരക്ഷയിലേക്ക് ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ ആ കൈ ഞങ്ങൾ വെട്ടിമാറ്റുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നുള്ള ശക്തമായ മറുപടിയായിരുന്നു ഈ പ്രക്ഷോഭത്തിനു നടുവിലും ഇറാൻ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ആർക്ക് നൽകി എന്ന് ചോദിച്ചാൽ സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തന്നെ എന്നുള്ളതാണ് അതിനുള്ള മറുപടി. നമുക്കറിയാം, ഇറാനിൽ ഇപ്പോൾ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. US ഡോളറിനെ അപേക്ഷിച്ച് ഇറാൻ റിയാല് 1.4 ദശലക്ഷം 1.4 ദശലക്ഷം ഇറാനിയൻ റിയാലിലേക്ക് കൂപ്പുകുത്തിയതോടുകൂടെയാണ്, അതായത് ഒരു $ഡോളർ വാങ്ങണമെങ്കിൽ തീർച്ചയായും 1.4 ദശലക്ഷം ഇറാനിയൻ റിയാൽ കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടായതിനെ തുടർന്ന് വലിയ സാമ്പത്തിക ക്രൈസിസ് ആണ് ഇറാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇറാനിൽ ഇത്തരത്തിലൊരു സാമ്പത്തിക പ്രക്ഷോഭമാണ് തുടങ്ങിയതെങ്കിലും അത് ഭരണവിരുദ്ധ പ്രക്ഷോഭമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാനിലെ ടെഹ്റാനിൽ അവിടുത്തെ പ്രധാന മാർക്കറ്റിൽ കുറച്ച് കടക്കാർ കടയടച്ചുകൊണ്ട് തുടങ്ങിയ പ്രക്ഷോഭം ഇപ്പോൾ രാജ്യത്തെ പ്രധാനപ്പെട്ട 30 നഗരങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനെ 6-7 ആളുകൾ അപകടത്തിൽ പോലീസ് മർദ്ദിച്ചുകൊണ്ട് മരണപ്പെട്ടെന്നും ഉള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും ഇറാനിൽ ഈ അടുത്ത കാലത്തൊന്നും, അതായത് 2022 ഒരു വലിയ പ്രക്ഷോഭം ഇറാനിൽ നടന്നിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ ഒരു 22കാരിയായ മെഹ്സ അമിനി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രക്ഷോഭം ഇറാൻ കണ്ടതിന് ശേഷം ഇപ്പോൾ 2025 ഡിസംബറിൽ തുടങ്ങിയ, ഇപ്പോൾ 5-6 ദിവസമായി 7ാം ദിവസത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇറാൻ ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള വലിയ പ്രക്ഷോഭമാണ് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടക്കാണ് ട്രംപിനെ പോലെയുള്ള ആളുകൾ ഈ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ ഞങ്ങൾ അടിച്ചമർത്തും, ഈ പ്രക്ഷോഭകാരികളെ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷക്കായെത്തുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയത്. എന്നാൽ ഇറാനിയൻ ഒഫീഷ്യൽ എക്സിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ്: ഇറാഖിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും അതുപോലെ ഗസയിൽ നിന്നുമൊക്കെ അമേരിക്കക്കാർ ഒരുപാട് ആളുകളെ രക്ഷിച്ച കഥ ഇവിടെ ഇറാനികൾക്ക് നന്നായി അറിയാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതിനുള്ള മറുപടി. അതായത് നമുക്കറിയാം, അമേരിക്ക ഗസയിൽ എന്താണ് ചെയ്തത്? കോടിക്കണക്കിന് രൂപയുടെ ആയുധം കൊടുത്തുകൊണ്ട് ഗസയിലെ സാധാരണക്കാരായ ആളുകളെ കൊല്ലുവാൻ ഇസ്രയേലിൻ്റെ കൂടെ കൂട്ടുനിന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയതിന് ശേഷവും അവർക്കവിടെ വിജയിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവിടെ നിന്ന് തടി തപ്പിയ രംഗവും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇറാഖിൽ ആയിരക്കണക്കിന് ആളുകളെ കൊന്ന് അവിടുത്തെ എല്ലാം അട്ടിമറിച്ച ഒരു കഥയും ഇറാഖ് യുദ്ധത്തെ പറ്റിയും അറിയാവുന്നതാണ്. ഈ കഥകളൊക്കെ ഇറാനികൾക്കറിയാമെന്നും അതുകൊണ്ട് രക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറാനികളോട് പറയുന്നത് അവർ നേരാക്കുകയില്ല, അവർ ചെവിക്കൊള്ളുകയില്ല എന്ന് കൃത്യമായ മറുപടിയായിരുന്നു അലി ഖമേനിയുടെ ഉപദേഷ്ടാവ് കൂടിയായ അലി ഷംഖാനിയിൽ നിന്ന് ട്രംപിന് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ്. ഈ ഒരു പ്രക്ഷോഭം ഇപ്പോൾ ഏകാധിപതി തുലയട്ടെ എന്നുള്ള മുദ്രാവാക്യത്തിലേക്ക് മാറിയിരിക്കുന്നു. അതായത് ഭരണകൂടത്തിനെതിരെ നടക്കുന്ന പ്രക്ഷോഭമായി ഇത് മാറിയതോടുകൂടെ തീർച്ചയായും ഇറാന് പെട്ടെന്ന് പരിഹരിക്കപ്പെടാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രക്ഷോഭമാണ് തുടങ്ങിയിരിക്കുന്നത്. അതായത് 1.4 ദശലക്ഷം ഇറാനിയൻ റിയാൽ കൊടുത്താലേ ഒരു $ഡോളർ ലഭിക്കൂ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ രാജ്യത്തെ ഒരു $ഡോളർ കിട്ടണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് 89-90 ഒരു സംഖ്യയാണ് ഇപ്പോൾ ഏകദേശം വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ 1.4 ദശലക്ഷം റിയാൽ എന്നൊക്കെ പറയുമ്പോൾ ലോകത്ത് ഇത്രയധികം കൂപ്പുകുത്തിയ ഒരു രാജ്യമുണ്ടോ എന്ന് തന്നെ സംശയമാണ്. 1 കിലോ ഉള്ളി വാങ്ങണമെങ്കിൽ പോലും
ചാക്ക് കണക്കിന് നോട്ടുകെട്ടുകൾ കൊണ്ടുപോകേണ്ട ഒരവസ്ഥയാണ് ഇറാനിൽ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഉപരോധങ്ങൾക്കുമേൽ ഉപരോധം വന്നുകൊണ്ട് അമേരിക്കയും അമേരിക്കൻ സഖ്യരാഷ്ട്രങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധത്തിന് മേൽ കീഴടങ്ങുകയല്ലാതെ ഇറാന് മറ്റൊരു വഴികളില്ല എന്നുള്ളതാണ്. ഇറാൻ ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുകയും അമേരിക്കയുമായി നമുക്കറിയാം ഒരു കരാറിലേക്ക് എത്താൻ നോക്കുമ്പോഴുമായിരുന്നു കഴിഞ്ഞ ജൂണിൽ ഇസ്രയേലി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പെട്ടെന്ന് തന്നെ ഇടപെട്ടുകൊണ്ട് ഇറാനിൽ ആക്രമണം നടത്തുകയും അങ്ങനെ അമേരിക്കയും ഇറാനും ഒരു ചർച്ചയിലേക്ക് എത്തുന്നതിൽ നിന്ന് തടയിട്ടുകൊണ്ട് പിന്നീട് അമേരിക്കയും കൂടി നിർബന്ധിച്ച് ആക്രമണത്തിൽ പങ്കുചേർപ്പിക്കുകയും അങ്ങനെ അമേരിക്ക അവിടെ ഇടപെട്ട് ആക്രമണം നടത്തുകയും അന്തരീക്ഷം കലുഷിതമാക്കുകയും ഒക്കെ ചെയ്ത കഥ നമുക്കറിയാവുന്നതാണ്. അതിനുശേഷം ഇറാൻ ഇസ്രയേലിലേക്ക് അതിമാരകമായ ആക്രമണം നടത്തി. ഖത്തറിലെ അമേരിക്കൻ ആക്രമണത്തിന് പകരമെന്നോണം മറുപടി എന്നോണം മേഖലയിലെ ഏറ്റവും വലിയ അമേരിക്കൻ ബേസായ ഖത്തറിലെ ബേസിലേക്ക് ആക്രമണം നടത്തുകയും 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഒരു വെടിനിർത്തലിലേക്ക് എത്തുകയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ബെന്യാമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം അമേരിക്കൻ സന്ദർശനത്തിനൊടുവിൽ ഇറാനെ വീണ്ടും ആക്രമിക്കണമെന്നും ഇറാൻ ആണവായുധം പേറാൻ സാധിക്കുന്ന രീതിയിലുള്ള ബഹുദൂര മിസൈൽ സംവിധാനം വികസിപ്പിച്ചിട്ടുണ്ടെന്നും ഉടനടി മിസൈൽ സംവിധാനങ്ങളെ അടിച്ചു തകർക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപുമായി ചർച്ച നടത്തുകയും അത്തരത്തിലാണെങ്കിൽ ഇടപെടേണ്ടി വരുമെന്നും അത് തകർക്കേണ്ടി വരുമെന്നും ഒക്കെയുള്ള അഭിപ്രായം ട്രംപ് പറയുകയും അന്തരീക്ഷം ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിലാണ് ഇത്തരത്തിൽ പൊടുന്നനെ ഒരു പ്രക്ഷോഭം ഇറാനിൽ പൊട്ടിപ്പുറപ്പെടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് മൊസാദ് ഇറാനിൽ കരുതിക്കൂട്ടി ചെയ്തു വരുന്ന ഒരു പ്രക്ഷോഭമാണോ എന്ന് സംശയിക്കുന്ന അനലിസ്റ്റുകളും ലോകത്തുണ്ട് എന്നുള്ളതാണ്. ഇത്തരം യുദ്ധഭീതിയിൽ നിൽക്കുന്നതിൻ്റെ നടുവിൽ ഈ ഒരു പ്രക്ഷോഭവും മറ്റും ഒരു ഭാഗത്തു നിന്ന് അമേരിക്കയും ഇസ്രയേലും ഇന്നടിക്കും നാളെ അടിക്കും എന്ന ഒരു യുദ്ധഭീഷണി മുഴക്കുകയും അതിനുശേഷം ഈ ഇറാനിലെ ജനങ്ങൾ തന്നെ ഭരണകൂടത്തിനെതിരെ വലിയ പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇറാൻ ഭരണകൂടം അഭിമുഖീകരിക്കുന്നത് ഒരു വലിയ ക്രൈസിസ് ആണ് എന്ന് തന്നെ വേണം നമ്മൾ പറയാൻ. മിഡിൽ ഈസ്റ്റ് ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും മിഡിൽ ഈസ്റ്റ് മൊത്തത്തിൽ കലുഷിതമാവുകയും സമാധാന അന്തരീക്ഷം തകരുകയും ചെയ്യും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഇതിന് നടുവിലും ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമോ, ട്രംപ് ഏത് രീതിയിലാണ് ഈ പ്രക്ഷോഭത്തോട് ഇടപെടുക, അല്ലെങ്കിൽ വെറും ഭീഷണിയാണോ എന്നതൊക്കെ നോക്കിക്കാണേണ്ടി തന്നെ വരും ദിവസങ്ങളിൽ ഇറാനിൽ നിന്നുള്ള വാർത്തകൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. തൽക്കാലം വിട. വീണ്ടും കാണാം.